എങ്ങനെയാണ് ഒരു മൂന്നാം ലോക രാജ്യം ഭരിക്കേണ്ടത്, അവിടുത്തെ ജനങ്ങളുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടത്, അതിൻ്റെ ഭരണ സംവിധാനം എങ്ങനെയാണ് എന്ന് നരേന്ദ്രമോദിയെ ആരും പഠിപ്പിക്കേണ്ട. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, അനുഭവ സമ്പത്തുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ അവസരം നൽകുന്നു. അതിനുശേഷം യുവാക്കളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനായി അവരെ മന്ത്രിസഭാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ തോന്നിയ വഴിക്ക് പിണറായിയും അതുപോലെ തന്നെ ചില ആൾക്കാരുമൊക്കെ ചെയ്യുന്നത് പോലെ ചാപം കിടക്കുന്നവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കുകയും എല്ലാവിധ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ആവശ്യമില്ലാത്തവരെയൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെ പ്രീണിപ്പെടുത്തുകയും ചെയ്യുന്ന പരിപാടിയല്ല ഇത്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് യുവജനതയ്ക്ക് പ്രാധാന്യം വേണം. കേന്ദ്ര മന്ത്രിസഭയിൽ ശക്തമായ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ഇന്നലെ മുതലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ചെറിയ ഒരു വ്യത്യാസമുള്ളത്, അല്ലെങ്കിൽ ചെറിയ ഒരു വിമർശനമുള്ളത്, നിതീഷ് കുമാർ എന്ന് പറയുന്ന ബീഹാർ മുഖ്യമന്ത്രിയെ കേന്ദ്ര ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിയാക്കും എന്നുള്ളതാണ്. അദ്ദേഹം ഇതിനു മുൻപും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളാണ്. പിന്നെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് JDUവിനെ പരിഗണിക്കുന്നു എന്ന് മാത്രം. പക്ഷേ JDUവിലെ മറ്റ് യുവ ജനതാ നേതാക്കളെയൊക്കെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായമുണ്ട്. അത് മാത്രമാണ് ആകെയുള്ള ഒരു എതിരഭിപ്രായം. പക്ഷേ കൃത്യമായി തന്നെ തേജസ്വി സൂര്യ, രാജീവ് ഛദ്ദ തുടങ്ങിയ യുവജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭ വികസനത്തിന് അരങ്ങൊരുങ്ങുകയാണ് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം, അഭിനന്ദനാർഹമായ കാര്യം തന്നെ. പാർട്ടി പുനഃസംഘടന അത് പൂർത്തിയാക്കി കഴിഞ്ഞു. കെ സുരേന്ദ്രനടക്കം ദേശീയ ജനറൽ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റുകയും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രീതിയാണ് യഥാർത്ഥ ജനാധിപത്യ രീതി എന്നും പൊതുവെ ഇത് പഠന വിഷയമാക്കുന്ന കൂടിയുണ്ട്. അടുത്തിടെ പ്രതിപക്ഷ പാർട്ടികൾ പിളർത്തി എത്തിയ പലർക്കും മന്ത്രിസഭയിൽ ഇടം കിട്ടി. തീർച്ചയായിട്ടും അവർക്കൊക്കെ അവസരം കൊടുക്കേണ്ടതാണ്. AAP വിട്ട് BJPയിൽ എത്തിയ രാജീവ് ഛദ്ദ, BJPയിലെ യുവമുഖമായ തേജസ്വി സൂര്യ, ബംഗളൂർ നോർത്തിൽ നിന്ന് ജയിച്ച തേജസ്വി, യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നേരത്തെ തേജസ്വി മാറ്റിയിരുന്നു. ഇത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പ്രാധാന്യം നൽകും. നാളുകളായി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടിരുന്നവരെയൊക്കെ തന്നെ തിരികെ പാർട്ടി ദേശീയ ചുമതലകളിലേക്ക് എത്തിക്കുന്ന സമീപനമാണ് സംഘടനാ പുനഃസംഘടനയിൽ BJP അനുവർത്തിച്ചത്. ഇതേപോലെ മാറ്റി നിർത്തപ്പെട്ടവരുൾപ്പെടെ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പാർട്ടി പുനഃസംഘടനയിൽ ട്രഷറർ സ്ഥാനത്തേക്ക് നിയോഗിച്ചതോടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് ഒരു പദവി എന്ന നയമാണ് BJP തുടരുന്നത്. അതിനാലാണ് പീയൂഷ് ഗോയൽ ഒഴിവാക്കപ്പെടുന്നത്. പീയൂഷ് ഗോയലിൻ്റെ പിതാവ് വേദ് പ്രകാശ് ഗോയൽ 20 വർഷത്തോളം BJPയുടെ ട്രഷററായി പ്രവർത്തിച്ച ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. 6 ക്യാബിനറ്റ് മന്ത്രിമാർ നിലവിൽ 2-3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് രാജ്യസഭാംഗമായ നിതീഷ് കുമാർ കേന്ദ്ര മന്ത്രിസഭയിൽ എത്തും എന്ന സൂചനയുണ്ട്. സുരേഷ് കശ്യപ്, അനുരാഗ് ഠാക്കൂർ, ശ്രീകാന്ത് ഷിൻഡെ, മനോജ് സിൻഹ, സഞ്ജയ് ദിന പാട്ടീൽ, സഞ്ജയ് ബല്യാൻ, കക്കോലി ഘോഷ്, സുദീപ് ബന്ദോപാധ്യായ, റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത ദാസ് എന്നിവരെ മന്ത്രിമാരായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ജോർജ് കുര്യൻ്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെ മന്ത്രിസ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ക്യാബിനറ്റ് പദവിയിൽ എത്തുമോ എന്നുള്ള ആകാംക്ഷയുണ്ട്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ വിഴിഞ്ഞം കയറ്റുമതി ഇറക്കുമതി എക്സിം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ അവസാന നിമിഷം കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കിയത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ ആണെന്നാണ് റിപ്പോർട്ടുകൾ. എന്തുമാട്ടെ, അതിനകത്തൊക്കെ നമുക്ക് രാഷ്ട്രീയം കാണാം, അല്ലെങ്കിൽ രാഷ്ട്രീയ ചേരിതിരിവുകൾ വേണമെങ്കിൽ കാണാം. പക്ഷേ രാഷ്ട്രീയം എന്നത് അത് ഒരു തന്ത്രമാണ്, ജനസേവനത്തിൻ്റെ പുതിയൊരു തന്ത്രം. എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ, മന്ത്രി ആരായാലും ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് ഗുണകരമാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാണ്. ആര് മന്ത്രിയായാലും ഒരു യുവ സമൂഹത്തിൻ്റെ കടന്നുവരവ് അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടണം. യുവസമൂഹം കടന്നു വരണം, പുതിയ ആളുകൾ പുതിയ പാഠങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിശക്തമായ ഈ ഒരു പുനഃസംഘടനാ സംവിധാനം ഇനി കടന്നു വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും കാത്തിരുന്ന് കാണാം.